കോഴിക്കോട് വിജിൽ നരഹത്യ കേസിലെ 3 പ്രതികളുടെയും രക്തസാമ്പിൾ എടുക്കും. രാസലഹരിയുടെ അംശം കണ്ടെത്താനാണ് പോലീസ് നീക്കം. ഒരുമിച്ച് ലഹരി ഉപയോഗിക്കുന്നതിനിടയിലാണ് വിജിൽ നരഹത്യ ഉണ്ടായതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പ്രതികൾക്കായി എലത്തൂർ പോലീസ് ഇന്ന് കൊയിലാണ്ടി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യും. ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിവരവുമായി. ദീപക്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോഴും ഈ പ്രതികൾ പറയുന്നത് ഒരുമിച്ച് രാസലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്നു, അതിനിടയിൽ ബോധം പോയി. ദീപക് പറഞ്ഞേ. ഈ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് തൃശ്ശൂരിലെ പുലിക്കളിയുടെ പദം വെക്കൽ രണ്ടുപേരുടെയും അത് പുലികളെക്കാൾ വിസ്മയിപ്പിക്കുന്നതായിരുന്നു. കാരണം ഞാനൊരു 2000-ലാണ് ഈ പുലിക്കളി റിപ്പോർട്ട് ചെയ്യുന്നത്, ഏതാണ്ട് 25 വർഷം മുമ്പാണ്. ആ കാലത്തിലേക്ക് എന്നെ പോലും കൊണ്ടുപോയി എന്നുള്ളതാണ് ആശ്മിയുടെയും സ്മിതയുടെയും പദം വെക്കൽ. വിജിൽ. അപ്പോൾ നമ്മുടെ ഈ പോലീസ് ഇപ്പോഴും പറയുന്നത് ഈ സ്മിതയും ആശ്മിയും. അപ്പൊ ഇനി വാർത്തയിലേക്ക് വരാം. അപ്പൊ ഇവര് പറയുന്നത് രാസലഹരി എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നു, അപ്പൊ അതിനിടെ കൂട്ടുകാരനെ താഴ്ത്തിന്ന്. അപ്പൊ ഇപ്പോഴും അത് കൊലപാതകമാണോ നരഹത്യയാണോ എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ? അല്ല, ഇതിൽ ഇപ്പോൾ നിലവിൽ നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് ഒരു കൊലപാതകം എന്നുള്ള ഇന്റൻഷ്യലി കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്തതല്ല, ഒരുമിച്ച് രാസലഹരി ഉപയോഗിക്കുന്നു. ആ രാസലഹരി ഉപയോഗിക്കുന്നതിനിടയിൽ ഒരാൾ അബോധാവസ്ഥയിലേക്കാകുന്നു, പിന്നെ അയാളെ മണ്ണിലേക്ക് ചളിയിലേക്ക് കെട്ടിത്താഴ്ത്തുന്നു. അപ്പോൾ അതിനെ കൊലപാതകം എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടില്ല. പക്ഷെ അതിലേക്ക് മാറ്റാൻ വേണ്ടി ഈ രാസലഹരിയുടെ സാന്നിധ്യം കണ്ടെത്തുക എന്നുള്ളതിനുള്ള ശാസ്ത്രീയ പരിശോധനയിലേക്കാണ് അന്വേഷണ സംഘം കിടക്കുന്നത്. ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ രഞ്ജിത്ത് അല്പം മുമ്പ് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് ഇതിൽ ഈ രാസലഹരിയുടെ സാന്നിധ്യം കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായൊരു ദൗത്യമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. അതുകൊണ്ട് തന്നെ 18-ാം തീയതി മുതൽ 2 ദിവസത്തേക്ക് 3 പ്രതികളെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി ഇന്ന് ഹർജി സമർപ്പിക്കും. കൊയിലാണ്ടി കോടതിയിലാണ് എലത്തൂർ പോലീസ് ഹർജി സമർപ്പിക്കുക. ഇവരെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുമിച്ച് ചോദ്യം ചെയ്യുക. അതുപോലെ ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ചെയ്ത് ആന്ധ്രയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത രഞ്ജിത്തിൻ്റെ തെളിവെടുപ്പ് കൂടി നടത്തേണ്ടതുണ്ട്. അതായത് സരോവരത്തെ ചതുപ്പിൽ തെളിവെടുപ്പ് നടത്തണം. അതുപോലെ തന്നെ ഇവർ ഈ വരക്കൽ പോയി ബലി നടത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ചിതാഭസ്മ ഒഴുക്കൽ എന്നൊന്ന് സമാനമായ രീതിയിലുള്ള പ്രവർത്തനം, ഇതിൻ്റെയൊക്കെ തെളിവെടുക്കണം. മറ്റൊന്ന് ഏറ്റവും നിർണായകം ഇവരുടെ രക്തസാമ്പിൾ എടുക്കുക എന്നുള്ളതാണ്. രക്തസാമ്പിൾ എടുത്ത് ഈ രാസലഹരി ഇവർ ഉപയോഗിച്ചിരുന്നു, അതിൻ്റെ സാന്നിധ്യം കണ്ടെത്തുക എന്നുള്ള നിർണായകമായൊരു കാര്യം കൂടിയുണ്ട്. ഏതായാലും ഈ കേസിൽ NDPS വകുപ്പ് ചുമത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരു കാര്യം, ഇതിലിപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം എന്നല്ല, ഈ കെമിക്കൽ പരിശോധനയ്ക്ക് ശേഷം സാമ്പിൾ എടുത്ത് ഈ DNA പരിശോധനയ്ക്ക് വേണ്ടി അയക്കണം. അത് ഫോറൻസിക് പരിശോധനയിലാണ് നടത്തേണ്ടത്. അത് എപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നും കിട്ടും എന്നുള്ളത് കാത്തിരിക്കുകയാണ് പോലീസ്. അതിനുശേഷം ഈ വിജിലിൻ്റെ അമ്മയുടെ രക്തസാമ്പിൾ കൂടി എടുക്കണം. കാരണം DNA മാച്ചിങ് അത് കിട്ടുക എന്നുള്ളത് ഈ കേസിൽ ഏറെ നിർണായകമാണ്. ഹാഷ്മി, സ്മിത. ഓക്കെ, താങ്ക് യു ദീപക്, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.